അത് ശരിക്കും മനസ്സിലാക്കാൻ 2009 ബംഗാളിലെത്തുകയും ഒരു 3-4 മാസം അവിടെ നമ്മളെ നാട്ടിൽ നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്ന ആ നാട്ടുകാരുടെ കൂടെ ജീവിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി, അതായത് ഒരു തരത്തിലും ഒരു കെട്ടുമില്ലാത്ത ആളുകൾ, എവിടെയും അവരെ ഒരു തരത്തിലും ലിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഉമ്മ പ്രസവിച്ചു ഉമ്മ അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർ ജോലിക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പാടത്തേക്കും മറ്റൊക്കെ പോയി. പിന്നെ അവരെ താലോലിക്കാനോ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാനോ ആ കുടുംബത്തെ സംരക്ഷിക്കാനോ ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാനോ ആ നാട്ടിൽ തന്നെയുള്ള പ്രൊഡക്റ്റുകൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിയാത്ത, അതിനുവേണ്ടി ഒരു എക്സ്പീരിയൻസ് സിദ്ധിച്ചിട്ടില്ലാത്ത കുറേ ആളുകൾ. ആ ആളുകൾ അവർ ഓരോ ദിവസം നേരം വെളുക്കുന്നു, വൈകുന്നേരം ആകുന്നു, ഉറങ്ങുന്നു, ഭക്ഷിക്കുന്നു, ബസ്. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പാടത്ത് പോയി പണിയെടുത്ത് വൈകുന്നേരമാകുമ്പോൾ മുഴുവനും ചളിയും ഒക്കെ ആയി വന്ന് നേരെ എവിടെയാണോ ഉറങ്ങാൻ തല ചായ്ക്കാൻ അവസരമുള്ളത് അവിടെ ഉറങ്ങി അടുത്ത ദിവസം വീണ്ടും ഇതേ പ്രോസസ്സിലേക്ക് പോകുന്ന ആളുകളെ നേരിട്ട് കാണാൻ പറ്റും. കാല് കഴുകാൻ പോലും, മുഖമൊന്ന് കഴുകാൻ പോലും, ഉടുത്ത ഡ്രസ്സൊന്ന് മാറ്റി അടുത്തൊരു ഡ്രസ്സ് ഇടാൻ പോലും പ്രാക്ടീസ് ഇല്ലാത്തവർ, അതിന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തവർ, അത്ര പോലും ഇല്ലാത്തവർ. ഒരു ബനിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അതിന് നിറം മാറി എവിടേക്കോ ഓട്ട വന്ന് അതങ്ങനെ പിന്നെ എടുത്തൊഴിവാക്കി അടുത്തതൊന്ന് ഏതെങ്കിലും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ, അത് ശരിക്കും നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ വരുമ്പോൾ, ബംഗാളിൽ വരുമ്പോൾ പറയില്ലേ, ഓന് കുളിക്കുന്നില്ല, അലക്കുന്നില്ല, ഓന് വൃത്തിയാക്കുന്നില്ല എന്ന് പറയാറില്ലേ? നമ്മളെ എവിടുന്നാണ് പഠിച്ചത്? നമ്മളെ ഉമ്മ, നമ്മളെ വീട്, നമ്മുടെ കുടുംബം നമ്മളെ ഒന്നാമത്തെ ദിവസം പഠിപ്പിച്ചതാ. പമ്പേഴ്സ് കെട്ടിത്തന്നിട്ട് അതിലൊന്ന് കാഷ്ടിച്ചാൽ മൂത്രിച്ചാൽ ഉമ്മ നിലത്താവരുതെന്ന് മാത്രം വിചാരിച്ചാണ്, സോഫയിലാവരുതെന്ന് മാത്രം വിചാരിച്ചാൽ നമ്മൾ പമ്പേഴ്സ് കെട്ടി കൊടുക്കുന്നത് അല്ല. അതപ്പം തന്നെ അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി കൂടിയാ. എന്നിട്ട് അതപ്പോൾ എടുത്തൊഴിവാക്കി നമ്മളെ കഴുകിത്തന്ന് കുളിപ്പിച്ച് തന്ന് വൃത്തിയാക്കി സൂക്ഷിച്ച്. ഇതുപോലെ ഒന്നും നിങ്ങൾ എവിടെ പോയാലും കാണൂല, ബംഗാളിൽ കാണൂല. കുട്ടി മുട്ടുകുത്തി നടക്കുന്ന കുട്ടി ഉണ്ടാവും, പാമ്പിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന, നായയുടെ കൂടെ കളിച്ച് നടക്കുന്നുണ്ടാവും. നായൻ്റെ മുഖം പോയി പിടിക്കും, പാമ്പിൻ്റെ തല പോയി പിടിക്കും. ഞാൻ പറയുന്നത് ഇതൊരു വെറും എക്സാജറേഷൻ, ഇതിങ്ങനെ പൊക്കി പറയല്ല, നേരിട്ട് കണ്ട കാഴ്ചകൾ പറയാം. ഒരു ഗ്രാമമുണ്ട് ബംഗാളിൽ. ബംഗാളിൽ ആ ഗ്രാമത്തിൽ 200 വീടുകളുണ്ട്. ആ 200 വീട്ടുകാരുടെയും വീടുകളിലുള്ളത് 4, 5, 6 കൊട്ട പാമ്പാണ്. കുട്ടി നേരം വെളുത്താൽ ഈ പാമ്പിൻ്റെ കൂടെ കളിക്കുന്നത്. ആ ആളുകൾക്കുള്ള കിടപ്പാടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 25 സ്ക്വയർ ഫീറ്റോ 30 സ്ക്വയർ ഫീറ്റോ ഒക്കെ ഉള്ള ഒരു ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഒരു കിടപ്പാടം. നിങ്ങളാരെങ്കിലും മണ്ണ് കൊണ്ടുണ്ടാക്കിയ തലയണ കണ്ടിട്ടുണ്ടോ? മണ്ണ് കൊണ്ട് തലയണ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ? മണ്ണ് കൊണ്ട് തലയണ ഉണ്ടാക്കിയത് കാണണമെങ്കിൽ ബംഗാളിൽ എപ്പോഴും കാണാൻ പറ്റും. മണ്ണ് കൊണ്ട് തലയണ ഉണ്ടാക്കി ആ തലയണക്ക് മുകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, തല ചായ്ക്കുന്ന ആളുകൾ. അപ്പം ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഒരു കൾച്ചർ എങ്ങനെയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്? അപ്പം നമ്മൾ ചോദിക്കും, ബംഗാളികൾ അന്നേ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ബീഹാറുകാർ അന്നേ ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കും. ഇല്ല, അപ്പം അങ്ങനെ നമുക്കൊരു സംശയം വരുന്നില്ലേ? പണ്ടേ ഇങ്ങനെയാണോന്ന്? നമ്മൾ പണ്ടേ എങ്ങനെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ മഹല്ലും മദ്രസയും സ്കൂളും ഇങ്ങനെ. അപ്പുറത്ത് ബംഗാളുകാർ മുമ്പേ ഇപ്പം കാണുന്ന പോലത്തിൽ അല്ലട്ടോ.
ഒരു 800 വർഷത്തെ ചരിത്രം നോക്കിയാൽ, 700 വർഷത്തെ ചരിത്രം നോക്കിയാൽ ബംഗാളികൾ നമ്മളെക്കാൾ ഉഷാറാ. എത്ര ഉഷാറ്? നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ ഉഷാറാ അന്നോല്. മക്കത്ത് അല്ലെങ്കിൽ മദീനത്ത് പോയി സ്ഥാപനം ഉണ്ടാക്കിയ, മർക്കസ് ഉണ്ടാക്കിയ എത്ര ആളുകളെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകൾ അറിയും? ആരെങ്കിലും ഉണ്ടോ? മലബാർ ഹൗസ് 1900 ശേഷമാണ് ഉണ്ടാക്കിയത്. മലബാർ ഹൗസ് അതും എന്തിനാണ് ഉണ്ടാക്കിയത്? കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് പോകുന്ന ഹജ്ജാജിമാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം, മുസാഫർ ഖാന അല്ലേ, അതുണ്ടാക്കിയ 1900 ശേഷമാണ്. 921 മറ്റൊക്കെയാണ്. ഒന്നിരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ ഉപ്പ 2ാമത്തെ തവണ ഹജ്ജിന് പോയ സമയത്താണ് അന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി മുഖേനയാണ് മലബാർ ഹൗസ് ഉണ്ടാകുകയും ചെയ്തത്. നമ്മൾ ഉസ്താദിൻ്റെ പുസ്തകത്തിൽ അത് വായിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം എന്നുള്ള പുസ്തകത്തിൽ അത് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ 1300കളിൽ, എത്ര കൊല്ലം മുമ്പ്? 1300 പറഞ്ഞാൽ 700 കൊല്ലം മുമ്പ്. ഓക്കെ ഞാൻ കൂളർ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് നിന്നത് തണുപ്പിട്ടാൻ വേണ്ടിയിട്ട്. 1700കളിൽ അല്ല 700 കൊല്ലം മുമ്പ് ബംഗാളിൽ നിന്ന് ആളുകൾ പോയിട്ട് മക്കത്തും മദീനത്തും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ബംഗാളികൾ? ഇന്നത്തെ ബംഗാളികളുടെ വാപ്പ, ഉപ്പാപ്പ, ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പാര്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നിവിടെ വന്ന് കാണുന്ന ബംഗാളികളെ കണ്ടങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയോ? ഓലെ പാപ്പാര് പോയിട്ട് ബംഗാളിൽ അല്ല മക്കത്തും മദീനത്തും സ്ഥാപനം ഉണ്ടാക്കിയെന്ന്? കഴിയില്ല. എന്നാൽ അൽ മദ്രസത്തുൽ ഖിയാസിയ സുൽത്താനിയ ബംഗാളിയ എന്നുള്ള പേരിൽ മക്കയിലും മദീനയിലും, മക്കയിൽ ബാബു സലാമിൻ്റെ മുമ്പിലും മദീനയിൽ ബാബു ജിബ്രീലിൻ്റെ മുമ്പിലും 4 മദ്ഹബിനെയും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇന്നത്തെ നമ്മളിപ്പോൾ കാണുന്ന ബംഗാളികളുടെ ഉപ്പാപ്പന്മാർ മക്കത്തും മദീനത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പൂർവികരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബംഗാളിൽ പോയാൽ പള്ളി കാണാം. ഇന്ന് നമ്മൾ വലിയ പള്ളി നമ്മളേതാ കണ്ടത്? നമ്മൾ കണ്ട വലിയ പള്ളി ഏതാ? പറയൂ. നോളജ് സിറ്റിയിലെ മസ്ജിദുൽ ഫുത്തൂഹ് അല്ലേ? 800 കൊല്ലം മുമ്പ് അതിനേക്കാളും വലിയ പള്ളി ബംഗാളിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 800 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പല്ല, 800 കൊല്ലം മുമ്പ് എന്നാൽ അതുണ്ടായിരുന്നു. ഇപ്പം പോയാൽ കാണാൻ കഴിയും, പൂർണ്ണമായി കാണാൻ കഴിയില്ല. ഇപ്പം പോയാൽ കാണാൻ കഴിയും. 2 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള പള്ളി ഇന്ന് പോയാൽ കാണാൻ കഴിയും. അദീന മസ്ജിദ്. നോളജ് സിറ്റി കാണാൻ കഴിയും. പേര് നോളജ് സിറ്റി എന്നല്ല, ഗോർ സിറ്റി എന്നാ. അതിനകത്ത് മാത്രം 9 പള്ളിയുണ്ട്. അപ്പം എത്ര ആൾക്കാർ വേണ്ടിവരും? അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രതാപശാലികളായുള്ള ആളുകൾ ജീവിച്ചിരുന്ന ഒരു സംവിധാനം നമ്മൾ ഇന്ന് കാണുന്ന ബംഗാളി, ബീഹാരി എന്ന് വിളിക്കുന്ന ആ ബംഗാളികളുടെ നാട്ടിലുണ്ടായിരുന്നു. അതെങ്ങനെ തകർന്നുപോയി? ഇന്ന് നമ്മൾ കാണുന്ന ബംഗാളികൾ എങ്ങനെ ഉണ്ടായി? അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അന്ന് ആ സ്ഥാപനങ്ങളെയും പള്ളികളെയും മറ്റുമൊക്കെ ഉണ്ടാക്കി സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. ആ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി 1700 അവരുടെ ഡൈനാസ്റ്റി തകർന്നു. പിന്നീട് ബ്രിട്ടീഷുകാരെ വന്നിട്ട് ആദ്യം തന്നെ ഉള്ള ഉലമാഇനെയും മുതഅല്ലിമീങ്ങളെയൊക്കെ കഴുത്തിന് കത്തിവെച്ചു. പിന്നീട് പള്ളി സംരക്ഷിക്കാൻ ആളില്ലാതായിപ്പോയി, മദ്രസ സംരക്ഷിക്കാൻ ആളില്ലാതായിപ്പോയി. അങ്ങനെ ഓരോന്ന് തകർന്ന് 1947 ഇന്ത്യയുടെ വിഭജനം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാളവണ്ടിക്ക് പൈസ കൊടുത്തിട്ട് പോകാൻ അവസരമുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോയി. പശുവിനെ നോക്കാനും ആട് നോക്കാനും പാടത്ത് പണിയെടുക്കാനും മാത്രം കഴിയുന്നവൻ ബാക്കിയായി. ആ മുസ്ലിങ്ങൾ തന്നെ ഇന്ന് ബംഗാളിൽ എത്ര ഉണ്ട്? 3,60,00,000 മുസ്ലിങ്ങളുണ്ട്.
ആസാമിൽ 1,40,00,000 മുസ്ലിങ്ങളുണ്ട്. ബീഹാറിൽ 2 കോടി മുസ്ലിങ്ങളുണ്ട്. യു പിയിൽ 4 കോടി മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുള്ളത്? കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുള്ളത്? 1 കോടി മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ 1 കോടി മുസ്ലിങ്ങളിൽ 22% ആണ്. അല്ല, അത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 22% മുസ്ലിംസ്. ബംഗാളിൽ 33% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും ആസാമിൽ ഉള്ളത് 40% മുസ്ലിംസാണ്. എന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്താ? നിസ്കരിക്കാൻ അറിയില്ല, ഒളു എടുക്കാൻ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ അറിയില്ല, നിങ്ങളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്നും അറിയില്ല. ചില ആൾക്കാർ ആരെങ്കിലും എന്താ പറയുക, ഭിക്ഷ തേടി വന്നിട്ടുണ്ടെങ്കിൽ, പിരിവിനോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ വിളിക്കും, അല്ലെങ്കിൽ ആ പെണ്ണിനെ വിളിക്കും. പെണ്ണിനെ വിളിച്ചിട്ട് ഈ മുസ്ലിമാ, എന്നാ ഫാത്തിഹ ഓത്. അപ്പോൾ ഫാത്തിഹ ഓതാൻ അറിയില്ല. ചിലപ്പം എന്താ പറയുക, നേരെ ഓൻ്റെ ആയത്ത് ചിലപ്പോൾ ആയത്തുണ്ടാ മാലിക് യൗമിദ്ദീൻ എന്നായിരിക്കും ഫാത്തിഹൻ്റെ. അത്ര അറിയുള്ളൂ. എവിടുന്ന് കേട്ട് പഠിച്ചതായിരിക്കും. കൂടുതലും ഇമാമിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇമാം ഓതിയത് കേട്ട് പഠിച്ചത് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികളൊക്കെ മദ്രസക്ക് പോവാണ് 5ാമത്തെ വയസ്സ് മുതൽ. അതിനു മുമ്പ് തന്നെ വീട്ടിൽ 3ാമത്തെ വയസ്സ് മുതൽ നമ്മളെ കുട്ടികൾ ഫാത്തിഹ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഉമ്മ നിസ്കരിക്കുന്നതിൻ്റെ കൂടെ മുസല്ലി പോയി നിന്നിട്ട് നിസ്കരിച്ച് പഠിച്ചവരായിരിക്കും ഒട്ടുമിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചവരാ. എന്നാൽ അവിടെ ആ അവസരങ്ങളൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതിരിക്കാനുള്ള കാരണം ബംഗാളിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് മദ്രസ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ വരുന്ന ബംഗാളിയോട് ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ മദ്രസ ഉണ്ടോയെന്ന്. മദ്രസ ഉണ്ടോയെന്ന് ചോദിക്കാത്ത അവിടെ മക്തബ് ഉണ്ടോയെന്ന് ചോദിക്കുക. കുറച്ചുകൂടി നന്നായിട്ട് തന്നാലല്ലേ. ചോദിച്ചു നോക്കി മക്തബ് ഉണ്ടോയെന്ന്. ഞാൻ 2019 അന്നല്ലേ കൊറോണ ഉണ്ടായത്. കൊറോണ ഉണ്ടായപ്പോൾ എന്നോടൊരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് സക്കാത്ത് ഉണ്ട്, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആളാണ്, സക്കാത്ത് ഉണ്ട്, അപ്പോൾ അത് സക്കാത്ത് കൊടുക്കാൻ കുറേ പാവപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ, അവർക്ക് നമുക്ക് സക്കാത്ത് കൊടുത്തൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ചെയ്യാമല്ലോ, അതിനെന്താ, എന്നാൽ കുറച്ച് ക്യാഷ് ഉണ്ട്, നിങ്ങളത് എൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം എന്ന് പറഞ്ഞ് എന്നെ വക്കാലത്താക്കി. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് ഏറ്റവും ഇത് കൊടുക്കുന്നത് കൊണ്ട് ദീനിന്, സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു സമൂഹം ആരാണ് എന്നിങ്ങനെ ചിന്തിച്ച് 2-3 ആൾക്കാരോടൊക്കെ, നമ്മളെ കൂടെയുള്ള ആളുകളോടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊയ്ബ ഗാർഡൻ്റെ ചുറ്റുഭാഗത്തുള്ള 125 ഗ്രാമങ്ങളിലെ പള്ളികളിലെ അവിടുത്തെ ഇമാമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിൽ കുറച്ചെന്തെങ്കിലും വിവരമുള്ള ആളുകളെ കളക്ട് ചെയ്യുക, അവരെ ഒന്ന് ഒരുമിച്ച് കൂട്ടുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ 125 ഗ്രാമങ്ങളിലെ ആളുകളെ, ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും തോന്നുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി. അവരോട് നമ്മളൊരു ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പം നിങ്ങളെ മഹല്ലിൽ എത്ര ആളുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് നിങ്ങളിവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡൻ്റ് എന്നോടൊന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത്ര കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇത്ര ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഇത്ര പഠിക്കുന്നവരുണ്ട്, ഇത്ര 10ാം ക്ലാസ് പാസ്സായ, എല്ലാ ഡീറ്റെയിലും ഇവിടെ ഇല്ലേ, മഹല്ലിലില്ലേ? ഇല്ലേ? ഞാൻ ഈ വന്ന ആളുകളോട്, ഇവരൊക്കെ ഓരോ മഹല്ലിൻ്റെ, മഹല്ലെന്ന് പറയാൻ പറ്റില്ല, അവിടെ ഗ്രാമം, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആളാണ്. മൗലാനയാണെന്ന് പോലും പറയാൻ പറ്റില്ല, ഇമാമ് നിൽക്കുന്ന ആളാ. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളെ ഗ്രാമത്തിൽ എത്ര വീടുണ്ട്? ഇപ്പം അറിയില്ല. എത്ര മുസ്ലിങ്ങളുണ്ട്? അതും അറിയില്ല. എത്ര വൈകല്യമുള്ള ആളുകളുണ്ട്, നടക്കാൻ കഴിയാത്തവർ, കണ്ണ് കാണാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള, അതും അറിയില്ല. എത്ര ആൾക്ക് ഇഷ്ടിക കൊണ്ട് വീടുണ്ട്? അതും അറിയില്ല. ലാസ്റ്റ് അതിൽ ഒരാൾ പറഞ്ഞ്, നമുക്ക് ഇത്ര മാത്രം അറിയാം, നമ്മൾ ജുമാ ദിവസം വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാനാവുമ്പോൾ പള്ളിയിലെത്തും, എന്നിട്ട് ഖുതുബൻ്റെ ഏട് നോക്കിയിട്ട് ഖുതുബ വായിക്കും,
അത് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കും, നമ്മൾ പോരും. അതല്ലാതെ ആ പള്ളിയായിട്ട് അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുമായിട്ട് വേറെ ഒരു ബന്ധം നമുക്കില്ല. നമ്മളെ പണിയെടുക്കും. അതാണ് ആ നാട്ടിലെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു മഹല്ല് സിസ്റ്റം ഉണ്ട്. ആ മഹല്ല് സിസ്റ്റത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും. അതിൽ ആ മഹല്ലിൻ്റെ അണ്ടറിലൊക്കെ മദ്രസയുണ്ട്. ആ മദ്രസയിൽ നമ്മളെ കുട്ടികൾ രാവിലെ ഒന്ന് പഠിക്കും. അതിലൂടെ നാട്ടിലൊരു വലിയ ഇസ്ലാമിക ചൈതന്യം അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു മദ്രസ തുടങ്ങിക്കൂടാ എന്ന് ചോദിച്ചു. പലരും ഓക്കെ പറഞ്ഞു, പലരും പറ്റൂല എന്ന് പറഞ്ഞു, പല രൂപത്തിൽ. അല്ലെങ്കിൽ കഴിയൂല എന്ന് പറഞ്ഞു. ചില ആളുകൾ നമുക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു. ഏതായാലും ഈ തന്ന സക്കാത്തിൻ്റെ ഫണ്ട് തന്ന ആളുടെ സക്കാത്ത് അവർക്ക് 2000 രൂപ വീതം വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. മാഷാ അല്ലാ, നമ്മളതിന് കൂടെ ഒരു ഫോമും കൊടുത്തിരുന്നു, തയ്യാറുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട്. 80ലധികം ആളുകൾ അത് തിരിച്ചു തന്നു. ആ ഫോം ഫില്ല് ചെയ്ത് തിരിച്ചു തന്നു. അവർ തയ്യാറാന്നുള്ള ബോധം നമുക്കുണ്ടായി. അങ്ങനെ തുടങ്ങി ഇപ്പോൾ 1089 മദ്രസകൾ, 36,000 കുട്ടികളും ഇപ്പോൾ ബംഗാളിലുണ്ട്. നമ്മളിപ്പോൾ 2019 ശേഷം ഉണ്ടാക്കിയത് മാത്രം. അപ്പോൾ ഇങ്ങനെ മദ്രസ സംവിധാനം അവിടെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അവിടെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ നമ്മളെ നാട്ടിലെ മദ്രസ സംവിധാനം തകരാൻ പാടില്ലല്ലോ. നമ്മളെ നാട്ടിലെ മഹല്ല് സംവിധാനം തകരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഈ സിസ്റ്റത്തെ പോലത്തെ ഒരു സിസ്റ്റം ദുനിയാവിൽ വേറെ എവിടെ ഇല്ല. ദുനിയാവിൽ വേറെ എവിടെയും ഇതുപോലെ ഇങ്ങനെ ഒരു മഹലിൻ്റെ കീഴിൽ എല്ലാവരും വിളിച്ചാൽ ഇങ്ങനെ കൂടുന്ന, എന്നിട്ട് ഈ വിഷയത്തിൽ ഇസ്ലാമികമായ വിഷയങ്ങൾ, നമ്മുടെ മഹലിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു നാടും നമ്മുടെ നാടല്ലാതെ ലോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ പെട്ടെന്ന് കോർഡിനേറ്റഡ് ആവും, ഇല്ലേ? നിങ്ങൾ ഏതോ ദുനിയാവിൽ യാത്ര ചെയ്യാണ്, അവിടെ ഇങ്ങനെ മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ആ മലയാളിയോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മളെ നാട്ടിലെ ഈ മഹല്ല് സംവിധാനത്തിൽ നിന്ന് കിട്ടിയതാ. നമ്മുടെ ജീനിൽ ആ സാധനം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും പെട്ടെന്ന് നമ്മൾ UAE ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ നല്ല എന്താ സ്ഥലത്തിൻ്റെ പേര്, പെരുവയലുള്ള ആൾക്കാരുടെ കൂട്ടായ്മ UAE ഉണ്ടാവും, അല്ലേ? UAE തന്നെ വ്യത്യസ്ത എമിറേറ്റ്സിലുണ്ടാവും, സൗദിയിൽ തന്നെ വ്യത്യസ്ത ഏരിയകളിലുണ്ടാവും. അങ്ങനെ എല്ലായിടത്തും പെരുവയലുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. അവർ നോമ്പായാലൊന്ന് ഒരുമിച്ച് കൂടും. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അത് ഈ മഹല്ല് സിസ്റ്റത്തിൽ നിന്ന്, നമ്മളെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനമാണ്. അതിനെ നമ്മൾ നിലനിർത്തണം. ഇപ്പോൾ പുതിയ തലമുറക്ക് അതിപ്പോൾ എന്തിനാ, നമ്മളെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാവൂ എന്ന് പറഞ്ഞതുപോലെ ഈ സിസ്റ്റം തകർന്നു കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ തിരിച്ചുവിടാൻ അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം നൽകേണ്ടത് നമ്മുടെ മഹല്ലിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ്. മഹല്ല് ശരിയായി നിന്നാൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ പഴയ നമ്മുടെ ഉപ്പാപ്പന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കുറേ മുതിർന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ അറിയാം. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ എൻ്റെ നാട്ടിലുള്ള കാരണവന്മാർ ആരും വന്നിട്ട് അതാ എന്താ നീ കാണിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന് ഗുണദോഷിക്കുന്ന ഒരു സാഹചര്യം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചിലപ്പം അതിലേറെ ഉണ്ടായി കാണണം. പക്ഷെ ഇന്ന് ചിലപ്പം ജ്യേഷ്ഠൻ്റെ മകനോട് അനിയൻക്ക് ചിലപ്പം പറയാൻ പ്രയാസമായിരിക്കും. പറഞ്ഞാൽ ഭാര്യ എന്താ പറയുക, അല്ലെങ്കിൽ ഓനെന്നെ എന്താ തിരിച്ചു പറയുക എന്നറിയില്ല. അതുകൊണ്ട് മിണ്ടാൻ പോകില്ല. ഓൻ്റെ ബൈക്ക് പോയിക്കോട്ടെ, ഞാൻ എൻ്റെ ബൈക്ക് പോവാമെന്ന് പറയും. പക്ഷെ അത് ഏറ്റവും വലിയ അപകടമാണ്. അത് നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. മഹല്ലിലെ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടുംബത്തിൻ്റെ സംവിധാനം തകർന്നിട്ടുണ്ട് എന്നതിന് തെളിവാണത്. നമ്മൾ ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്താണ്? നമ്മൾ ഒരു ആക്സിഡൻ്റ് ആയി കിടക്കുമ്പോൾ അവനെടുക്കാൻ പോവും, അല്ലേ? എന്നാൽ ഒരാൾ കള്ള് കുടിക്കുമ്പോൾ അവനോട് കള്ള് കുടിക്കണ്ട എന്ന് പറയാൻ, ആക്സിഡൻ്റ് ആയി കിടക്കുമ്പോൾ അവൻ്റെ ചോര റോട്ടിൽ പരക്കുന്നുണ്ട്,
അപ്പോൾ അവനെ വേഗം എടുത്ത് കൊണ്ടുപോയിട്ട് ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പെടപ്പാടാണ് നമ്മൾ നടത്തുന്നത്. എന്നാൽ ഒരാൾ കള്ള് കുടിക്കുമ്പോൾ, ഒരാൾ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് മയക്കുമരുന്നുകൾ അത് ഉപയോഗിക്കുമ്പോൾ പാടില്ല, അത് തെറ്റാണ്, അത് ചെയ്യരുതടാ എന്ന് പറയാൻ മാത്രമല്ല, ചെയ്യരുതാ എന്നല്ല, ചെയ്യുന്ന സമയത്ത് അത് കണ്ട് ചിലപ്പോൾ അവനോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവൻ്റെ ഉപ്പയോടോ ഉമ്മയോടോ വല്യപ്പയോടോ വല്യമ്മയോടോ പറഞ്ഞ് അതിൽ നിന്ന് തിരുത്താൻ പോലുമുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ അവനോട് പറഞ്ഞാൽ കുട്ടി എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ പാരൻസിനോട് പറഞ്ഞാൽ, ഉമ്മയോട് പറഞ്ഞാൽ, ഉപ്പയോട് പറഞ്ഞാൽ അവരെ കുട്ടിയെക്കുറിച്ച് ചിലപ്പം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമ്മളെ ചീത്ത പറയും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ നമ്മുടെ സമൂഹം, നമ്മുടെ മഹൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിന്മയിലേക്ക് പോകും. അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അത് മഹലിലൂടെ മാത്രമേ സാധിക്കൂ. പക്ഷെ അതിന് നമ്മുടെ കൂട്ടായ്മ അത്രയും സ്ട്രോങ് ആവണം. ഒരാൾ പറഞ്ഞാൽ അത് തെറ്റായ ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ എൻ്റെ മകനോട് എൻ്റെ നാട്ടിൽ ആര് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാനുകൂടി തയ്യാറാണ് എന്ന് ഉപ്പയും ഉമ്മയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടാൻ കഴിയും. എൻ്റെ മകൻ്റെ അടുത്തുനിന്ന്, എൻ്റെ മകളുടെ അടുത്തുനിന്ന് ഒരു വേണ്ടാത്തരം കാണുമ്പോൾ അതിനെ തിരുത്തിയതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ എൻ്റെ അനിയനെ, എൻ്റെ ജ്യേഷ്ഠൻ ഞാൻ ചോദ്യം ചെയ്യാൻ പോവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. അതുപോലെ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മഹല്ലുകൾക്കിടയിൽ, നമ്മുടെ സൗഹൃദത്തിനിടയിൽ വളർന്നു വന്നാൽ നമ്മുടെ മഹല്ല് സംവിധാനം നിലനിൽക്കും. നമ്മുടെ കുടുംബത്തിലെ പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബംഗാളിലും ബീഹാറിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ആളുകൾ ഇല്ലേ, നമ്മുടെ പണി ശരിക്കും എന്താണ്? മാഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ ചെയ്തു തന്ന നിഅമത്തുകൾ എത്രമാത്രാണ്. ഇപ്പോൾ കണ്ടില്ലേ, പിന്നെ ഇന്നലെ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മളൊക്കെ ഗ്യാസ് മുഴുവൻ ഉള്ളത് കൊണ്ട്, എല്ലായിടത്തും ഗ്യാസ് അവൈലബിൾ ആയതുകൊണ്ട് ഇപ്പോൾ വീടുകളിലൊന്നും അടുപ്പുണ്ടാക്കാതായി. 3 കല്ല് കൂട്ടിയിട്ട് അടുപ്പ് പോലും ഉണ്ടാക്കാതെ, വിറക് അടുപ്പുണ്ടാക്കാതായി. ഇപ്പോൾ നമ്മളെല്ലാവരും കുടുങ്ങിപ്പോയി. വീട്ടിനുള്ളിൽ വിറകടുപ്പുണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. കാരണം വീട് മുഴുവനും ക്ലോസ്ഡാ. അപ്പം ഉണ്ടാക്കിയാൽ പുക ബെഡ്റൂമിലെത്തും. പുകത്തുനിന്ന് കഴിച്ചില്ലാൻ പറ്റില്ല. പ്രാണികളും കൊതുകും മാത്രമല്ല പുകയിൽ നിന്ന് ഓടി ഒളിക്കുക, നമ്മൾ ഓടേണ്ടി വരും. അത്രമാത്രം ക്ലോസ്ഡ് വീടുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഗ്യാസിന് പ്രയാസം വന്നപ്പോൾ പുറത്ത് അടുപ്പുണ്ടാക്കാനും കഴിയാത്ത, കാരണം പഞ്ചായത്തിൽ നിന്നൊക്കെ പുക വരുന്നുണ്ടോ നോക്കി കിടക്കുകയാണ് അല്ലേ. ഏതെങ്കിലും വീടിൻ്റെ പുറത്തിട്ട് കത്തിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ നമ്മൾ വികസിച്ചു. പക്ഷെ വികസനത്തിൻ്റെ മറുപുറം നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോന്നും കണ്ട് മനസ്സിലാക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറം, നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി അനുഭവിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട്. എല്ലാ ആഴ്ചയും യാത്രക്ക് പോകുന്ന യുവാക്കളും യുവതികളുണ്ട് അല്ലേ. പ്രത്യേകിച്ച് പെരുന്നാളായാൽ, വെക്കേഷൻ ആയാൽ, ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി, മിനിഞ്ഞാന്ന് സ്കൂൾ വെക്കേഷൻ തുടങ്ങി. ഇനി ഇങ്ങനെ ഓരോരുത്തരും ട്രിപ്പ് പോകും. ഈ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രയിൽ താജ്മഹൽ മാത്രമല്ല കാണാനുള്ളത്. ആഗ്രയിൽ പോകുമ്പോൾ താജ്മഹൽ മാത്രമല്ല കാണാനുള്ളത്. അതുപോലെ പിന്നെ തണുപ്പുള്ള ഹിമാലയൻ സാനുക്കളിലേക്ക് ഐസ് വീണ് കിടക്കുന്ന മേഖലകൾ മാത്രമല്ല കാണാനുള്ളത്. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയോ? ജീവിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർ, ഉടുക്കാൻ ഒരേ ഒരു അടുത്തത് മാത്രം ഉള്ള ആളുകൾ, വേറൊന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു തല മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുള്ള നാട് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ താജ്മഹൽ കാണാൻ പോകുമ്പോൾ താജ്മഹലിൻ്റെ ചുറ്റുഭാഗം കൂടി കാണണം. അലിഗറിൽ പഠിക്കാൻ പോകുന്ന ആൾ അലിഗറിൻ്റെ ചുമരിൻ്റെ അപ്പുറത്തുള്ള ഗല്ലികൾ കൂടി കാണണം. ഡൽഹിയിൽ പോകുന്ന ആൾ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ കാണണം. മുംബൈയിൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ആളുകൾ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കാണാം, ചുറ്റുഭാഗം ഒരുപാട് സ്ലം ഏരിയ കാണാം. അതിലേക്കൊന്ന് കടന്നു ചെല്ലണം.
അങ്ങനെ ചെല്ലുമ്പോൾ മനസ്സിലാവും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നതെന്ന്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നതെന്ന്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് 2 കുട്ടികളും വാപ്പി ഉമ്മുള്ള സ്ഥലത്ത് എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്? 3000 സ്ക്വയർ ഫീറ്റ് വീട്, 5 ബെഡ്റൂം. എന്തിനാ ഇപ്പോൾ ഒരു ബെഡ്റൂം കൂടുതൽ? അത് എന്നെങ്കിലും കാലത്ത് അമ്മായി വരുമ്പോൾ താമസിക്കാനുള്ളതാണ് ഒരു റൂം ഉണ്ടാക്കി വെച്ചത്, ഗസ്റ്റ് റൂം അല്ലേ? 3000 സ്ക്വയർ ഫീറ്റ്. എന്നിട്ടും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ റിനോവേറ്റ് ചെയ്യും. പെയിൻ്റ് അടിക്കുക മാത്രമല്ല, റിനോവേറ്റ് ചെയ്യും, അതിൻ്റെ ഷെക്കിലൊന്ന് മാറ്റും. എന്നാൽ മുംബൈയിൽ ഉള്ള വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക, വെറും 100 സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ ചുമരിന് കമ്പി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പലക വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ റാക്കാക്കിയിട്ട്. മക്കത്തും മദീനത്തൊക്കെ പോയ ലഹദ് കാണും അല്ലേ? കബറിൽ ലഹദായിരിക്കും, ഇങ്ങനെ താഴെ ഒറ്റ ഒരു വെട്ട്, പിന്നെ താഴെ ഇങ്ങനെ അലമാറ പോലെ റാക്കായിട്ട്. അതേപോലെയാണ് മുംബൈയിലും കൽക്കത്തയിലും ബംഗാളിലൊക്കെ ഉള്ള ആളുകൾ ജീവിക്കുന്നത്, ഇങ്ങനെ ലഹദാക്കിയിട്ട്. ഒന്നിങ്ങനെ തിരിയാനും അറിയാനേ പറ്റുള്ളൂ. അതിലാണ് ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ജീവിക്കുന്നത്. 100 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ റൂമിൽ. അതിൽ ആ ഒരു റൂമിനകത്ത് ഒരു ഫാമിലി ഉണ്ടാവും, 6ഉം 7ഉം കുടുംബങ്ങളുണ്ടാവും. അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ജീവിക്കണമെന്നല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ഒഴിവാക്കണം എന്നല്ല. ഞാൻ പറയുന്നത് നമ്മൾ അതുകൂടി മനസ്സിലാക്കണം, അതുകൂടി കാണണം. അതിനൊക്കെ മനസ്സിലാക്കിയാകണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്താൻ എന്നാണ്. അങ്ങനെ ജീവിതത്തെ മനസ്സിലാക്കി കുടുംബ ജീവിതത്തെ കണ്ടറിഞ്ഞ് അതിലൊക്കെ അപ്പുറം ഈ കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി കാക്കുന്നത് നമ്മുടെ മഹല്ല് സംവിധാനമാണ്. ആ മഹല്ല് സംവിധാനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മുടെ മദ്രസകൾ, നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗമാണ് മദ്രസ. മഹല്ലിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതിനേക്കാളും വലിയൊരു ഭാഗമാണ് മദ്രസ എന്ന് പറയുന്നത്. കാരണം മദ്രസ എന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇൻറ്റേർണലി ആ ബോധം നൽകുന്നൊരു സംവിധാനമാണ്. ഇന്നലെ എൻ്റെ കൂടെ 2-3 ദിവസമായി കൽക്കത്തയിൽ നിന്ന് വന്ന വലിയൊരു പണക്കാരൻ, കൽക്കത്തയിൽ ചെരുപ്പിൻ്റെ ബിസിനസ് ചെരുപ്പിൻ്റെ ഫാക്ടറി നടക്കുന്ന ഒരു മാന്യദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ അങ്ങോട്ട് വന്നത് ഇവിടെയൊക്കെ കണ്ടു, കേരളത്തിലെ സ്ഥാപനങ്ങൾ കണ്ടു, മദ്രസകൾ കണ്ടു, അങ്ങനെ സിസ്റ്റം കണ്ടു, പല വീടുകളിലും താമസിച്ചു. ഇതൊക്കെ കണ്ട് ഇന്ന് രാവിലെ തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായ ഘടകം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ ജനിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്. അള്ളാഹു നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് കേരളത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ജനിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹം ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കിവിടെ ഒരു 5 സെൻറ്റ് ഭൂമി കിട്ടുമോ? ഇവിടെ വീടുണ്ടാക്കി എൻ്റെ മക്കളെയും ഭാര്യയും ഇവിടെ കൊണ്ടുവന്നാക്കാമായിരുന്നു. എന്തിന്? ഇവിടെ എൻ്റെ മക്കൾക്ക് 5 നേരം നിസ്കരിക്കാൻ ഉള്ള പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുമല്ലോ. എൻ്റെ മക്കൾക്ക്, എൻ്റെ അടുത്ത തലമുറക്ക് ജനിച്ചാൽ ഉടനെ ബാങ്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. എൻ്റെ മക്കൾക്ക് നന്മയെന്ത് തിന്മയെന്ത് എന്ന് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, ഇവിടെ ഒരു 5 സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങിച്ചൊരു വീടുണ്ടാക്കി എൻ്റെ മക്കളെയും പിന്നെ ഭാര്യയൊക്കെ ഇവിടെ കൊടുന്ന് നിർത്താമായിരുന്നു എന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ പള്ളികൾ, ആ പള്ളികൾക്ക് കീഴിലായി മദ്രസകൾ, മക്തബുകൾ, ആ മക്തബുകളിൽ ക്ലാസ് സിസ്റ്റത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിക പഠനം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുക എന്നത് അപ്പുറത്തേക്ക് ഒന്നുമില്ല. മാക്സിമം പോയാൽ ഖുർആൻ പഠിക്കുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആ ഖുർആൻ തന്നെ ശരിക്കും ഓതാൻ ആളുകൾക്ക് കഴിയില്ല, ശരിക്കും ലഫ്ളുകളൊന്നും ശരിയാവില്ല. മക്കത്തൊക്കെ ഉള്ള ഓത്ത് കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കും, അങ്ങനെ കേൾക്കാമായിരുന്നല്ലോ, അങ്ങനെ കേൾക്കാമല്ലോ, അങ്ങനെ ഓതാൻ പഠിക്കാൻ എവിടെ പോകണം. മസ്ജിദുൽ ഫുത്തൂഹിൽ സുബഹി നിസ്കാരത്തിന് ബാക്കിൽ നിന്നപ്പോൾ ശരിക്കും ദുനിയാവ് മറന്നുപോയി, ആ ഓത്തിൽ അങ്ങനെ ലയിച്ചു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ പറയുമ്പോഴാണ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഉള്ളത് ഇല്ലാതായി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്തവരെ കാണുമ്പോഴോ നമുക്ക് അതിൻ്റെ പ്രയാസം നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ.
നമ്മൾ ഉള്ളതിൻ്റെ എത്രമാത്രം അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യണം എന്നപ്പോഴേ മനസ്സിലാവൂ. അത്രയും വലിയ പ്രയാസമുള്ള ആളുകളാണ് നമ്മുടെ ഈ കേരള എന്ന് പറയുന്നത്. അവർ ചിലപ്പം കളിയാക്കി പറയും കേരളാന്ന്. കേരള എന്ന് എന്താ? കൈപ്പക്കാന്ന് അല്ലേ? കേരളം എന്നൊരു കൈപ്പക്ക പോലെ ഇങ്ങനെ ഒരു ചെറിയ സാധനമല്ലേ? കേരളത്തെ മാത്രം എടുത്താൽ കൈപ്പക്ക പോലെയുള്ള കേരള എന്ന് അവർ പറയുന്ന കേരള, ആ കേരളത്തിൽ ജനിച്ച നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. അതിന് നമ്മൾ അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്യണം. അതല്ലെങ്കിൽ ബംഗാളിലോ ബീഹാറിലോ ജാർഖണ്ഡിലോ ആസാമിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് കുളിക്കാൻ പഠിക്കാത്തവരായിരിക്കും അല്ലേ? കുളിക്കാൻ പഠിക്കാത്തവരായിരിക്കും, ഒളു എടുക്കാൻ പഠിക്കാത്തവരായിരിക്കും, നിസ്കരിക്കാൻ പഠിക്കാത്തവരായിരിക്കും, ഖുർആനിൻ്റെ ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്തവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ ഇനി നമ്മളെ മനസ്സിലാക്കി, നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ചു നിന്നാൽ, അതോടുകൂടെ ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യും, ഇവിടെ നിന്ന് എല്ലാ വർഷവും ആണ്ടിലൊരിക്കലെങ്കിലും ടൂറ് പോകുന്നവരോട് ബംഗാളിലേക്ക് കൂടി വരാൻ വേണ്ടി പറയൂ. അവിടെ ഒരുപാട് മോണിമെൻറ്റ്സ് ഉണ്ട്, അവിടെ കാണാനുണ്ട്. അതോടുകൂടി ജനങ്ങളുടെ ജീവിതം കാണണം. സിറൂഫിൽ അർള് എന്ന് പറഞ്ഞത് വെറും ബുർജ് ഖലീഫ കാണാൻ വേണ്ടി മാത്ര അല്ല, എല്ലാം കാണണം, എല്ലാം കാണണം, ഉയർച്ചയും താഴ്ചയും എല്ലാം കാണണം. അങ്ങനെ കണ്ട് ജീവിതത്തെ പരിമപ്പെടുത്തിയാൽ അടുത്ത തലമുറയ്ക്ക് കൂടി നമുക്കിതൊക്കെ കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കും. ഇത് നമ്മുടെ പൂർവികർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യപ്പമാർ നമ്മളെ കയ്യിൽ തന്ന അമാനത്താ. ഈ അമാനത്ത് അതിനേക്കാളും നല്ല രൂപത്തിൽ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ കഴിയും. ഇതാ മോനെ, ഇത് നിൻ്റെ വല്യപ്പ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, ഇതാ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നു പറഞ്ഞ് ഈ സംവിധാനത്തെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അതല്ല, നമ്മളോടുകൂടി ഇത് മുറിഞ്ഞു പോയാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇവിടുത്തെ മദ്രസ സംവിധാനത്തെ, ഇവിടുത്തെ മഹല്ല് സംവിധാനത്തെ, മസ്ജിദിനെ, ഇതിനൊക്കെ നല്ല രൂപത്തിൽ സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് ഇതിനേക്കാളും നല്ല രൂപത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവരതിനേക്കാളും നന്നായി അത് നടത്തും. അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഇന്ന് മറ്റൊരു ട്രെൻഡ് അല്ലേ, പള്ളിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും, പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ മദ്രസൻ്റെ സെക്രട്ടറി ആയിരിക്കും, പ്രസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഓടി നടക്കുന്ന ആളായിരിക്കും. പക്ഷെ അവരുടെ മക്കളെ ആ വിഷയത്തിനൊന്നും കിട്ടാത്തൊരു സാഹചര്യം, മഅദല്ലാ, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി വഴി വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് നമ്മൾ മുക്തമാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏത് ഒരു വജ്ഹ് ആംശിച്ചുകൊണ്ടാണോ, എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നമ്മൾ ഇതിലൊക്കെ ഇടപെടുന്നത്, അതേ പ്രതീക്ഷ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ അതിനെ, ആ മഹല്ലിനെ, മദ്രസയെ അങ്ങനെ നമ്മൾ കൈമാറ്റം ചെയ്തു കൊടുത്താൽ ഇൻഷാ അള്ളാ നമുക്ക് ആ പ്രാർത്ഥന ലഭിക്കും. പ്രാർത്ഥനയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഈ കൃഷിസ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രയാസങ്ങളുണ്ടാവും. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനീൻ വ ജന്നത്തുൽ കാഫിർ, കാഫിറിൻ്റെ സ്വർഗവും നല്ല മുഅ്മിനായ മനുഷ്യൻ്റെ ജയിലറയുമാണ് ഈ നാടെന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നന്മ കാംക്ഷിച്ചുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിർത്തി നമുക്ക് അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പോകാൻ കഴിയണം. അതിനുവേണ്ട പദ്ധതികൾ നമ്മുടെ മഹല്ലുകളിൽ നിന്നുണ്ടാകണം. അതിനുള്ള ഊർജം നമ്മൾ നൽകണം. അങ്ങനെ ഇൻഷാ അള്ളാ, എനിക്ക് ടൈം 4 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഇവിടുന്ന് ഓടിയെത്തേണ്ട സമയമാണ്. അതുകൊണ്ടാണ് കുറച്ച് എല്ലാവരും പറഞ്ഞ കുറച്ചുകൂടെയൊക്കെ ഒരു പറയാനുണ്ടായിരുന്നു. എന്നാലും ഇൻഷാ അള്ളാ മറ്റൊരു സമയത്ത് പറയാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതോടുകൂടി ഇൻഷാ അള്ളാ ത്വയ്ബ ഗാർഡൻ സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ അറിയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും തരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. തരണം, അത് വേറെ വിഷയം. പക്ഷേ അതിനപ്പുറം മഹല്ലെന്താണ്, നമ്മൾ മുസ്ലിം സമൂഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഹെൽപ്പുകൾ എന്തൊക്കെയാണ്, നമ്മളെ നാട്ടിൽ ചെയ്യേണ്ട
വലിയ വലിയ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ അൽഹംദുലില്ലാ അറിഞ്ഞു. ഇവിടെ സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, പള്ളിയുണ്ട്, അങ്ങനെ എല്ലാം ഒത്തൊരുമിച്ച ഒരു മഹാ കേന്ദ്രമാണ് CM വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി. അവരോട് കണക്റ്റായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ പേരിലാണ് സ്ഥാപനം ഉള്ളത്. അങ്ങനെയൊക്കെ ഒരുപാട് നന്മകളുള്ള നാടാണ് ഈ നാടിനെ അതിൻ്റെ വെളിച്ചത്തോടു കൂടി അടുത്ത തലമുറയിലേക്ക്, അതുപോലെ മറ്റു മേഖലകളിലേക്ക് വെളിച്ചമായി എത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. SIR-ഉം അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയാണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ പറയാൻ വിചാരിച്ച വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2009 ബംഗാളിലെത്തുമ്പോൾ 19 കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യമായി ചേർന്നത്. ആ ചേർന്നതിൽ 8 വിദ്യാർത്ഥികളെടുത്തും അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ആധാർ ഉണ്ടായിരുന്നില്ല, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല. 19 ഒരു കുട്ടി മാത്രമാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടി, സ്കൂളിൽ എൻറോൾ ചെയ്തിട്ട കുട്ടി ഉണ്ടായിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ അതിൽപ്പെട്ട 6 കുട്ടികൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. അടുത്ത ബാച്ചിലുള്ള കുട്ടികൾ 6 കുട്ടികൾ നമ്മളെ ബാച്ചിലുണ്ട്. അവരെല്ലാവരും ഇവിടെ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നത് ഇവിടെ പഠിക്കാൻ വേണ്ടിയല്ല. ത്വയ്ബ ഗാർഡനിൽ നമ്മൾ 14-13 വയസ്സുള്ള കുട്ടികളെടുത്ത് അവർ ഇന്ന് LLB കഴിഞ്ഞ് അതിൽ 7 ആളുകൾ LLB കഴിഞ്ഞ്, ഒരാൾ ജേർണലിസം കഴിഞ്ഞ്, മറ്റു പല വിദ്യാർത്ഥികളും ഡിഗ്രി പൂർത്തിയാക്കി ഉസ്താദിൻ്റെ അടുത്ത് ഇജാസത്ത് വാങ്ങാൻ വേണ്ടി വന്നതാ. SIR-ൻ്റെ അവിടെ 55 ലക്ഷം ആളുകളാണ് SIR-ന്ന് പുറത്തായത്. ഓരോ ദിവസവും ആ മക്കൾ, ഈ LLB കഴിഞ്ഞ മക്കൾ ഓരോ ദിവസവും ഏകദേശം 300 മുതൽ 400 വരെ ആളുകളുടെ ഡോക്യുമെൻറ്റുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് കുട്ടികൾ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ നമ്മുടെ അടുത്ത് വന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ മഹലിൻ്റെ ചെറിയൊരു പണി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയാൻ, അവിടെ ഇനി ഒരുപാട് പണി നടക്കേണ്ടതുണ്ട്. ചെറിയ പണി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഇനി ഒരുപാട് പണി നടക്കേണ്ടതുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക്, കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ ഹിദ്മയൊക്കെ എത്തണം. അതിനുവേണ്ടി ഉള്ള ഓട്ടത്തിലാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾ ഈ സംവിധാനത്തിൻ്റെ കൂടെയൊക്കെ ദുആ കൊണ്ടുണ്ടാകണം, പ്രചരണം കൊണ്ടുണ്ടാകണം. അവിടെയൊക്കെ വന്ന് കണ്ട് നമ്മുടെ മഹല്ലുകളെ നമുക്ക് എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയുമെന്നത് പഠിക്കണം. അതിലൊക്കെ അപ്പുറം മറ്റൊരു സമൂഹം കൂടി നമ്മളെ കൂടെ ഉണ്ട്. മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളില്ലേ, നമ്മളെ നാട്ടിലില്ലേ, ബംഗാളികളില്ലേ, ആസാമുകളില്ലേ, പല ആളുകളും. നമ്മളാകെ ബംഗാളി എല്ലാവരെ കുറിച്ചും ബംഗാളി എന്നാ പറയലേ അല്ലേ? പണ്ട് അണ്ണന്മാരെന്ന് പറഞ്ഞാൽ ആര് വന്നാലും, ഇപ്പം അത് മാറ്റി. ഇപ്പം എല്ലാവരെ കുറിച്ചും ബംഗാളി എന്നാ പറയുക. അത് UP-ന്ന് വന്നാലും ബംഗാളിയാണ്, എവിടുന്ന് വന്നാലും ബംഗാളിയാണ്. ഇപ്പം ബംഗാളിനെ കുറിച്ച് ആ ബംഗാളി ഇവിടെ ഇല്ലേ, നമ്മുടെ നാട്ടിലില്ലേ? നമ്മൾ അവരിലേക്ക് കൂടി ദഅവത്ത് എത്തിക്കണം. മഹല്ലിൻ്റെ സംവിധാനങ്ങൾ അവർക്ക് കൂടി എത്തിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അവർ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനൊരു സംവിധാനം കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങളെ നാട്ടിലും എസ്റ്റാബ്ലിഷ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ഒരാൾ വിചാരിച്ചാൽ അതൊരു വലിയ വിപ്ലവമാവില്ലേ? അതേപോലെ ഇനി ഇവിടെ ആരെങ്കിലും ഒന്ന് കൂടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ കൂടി നമ്മുടെ മഹലിൻ്റെ ഭാഗമാവുകയും നമ്മുടെ മഹലിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരും കൂടി പ്രവർത്തിക്കൂലേ? അങ്ങനെ അവർ കൂടി നമ്മളിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി അവരെ കൂടി നമ്മുടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നല്ല സംവിധാനം നമുക്ക് നിലനിർത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.